പാമ്പുകടിയേറ്റുള്ള ചികിത്സ ഉറപ്പാക്കാൻ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന് KGMOയെ. അത്യാഹിത വിഭാഗങ്ങൾ അമിതമായ തിരക്കിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ്. അത്യാഹിത വിഭാഗത്തിൽ 2 ഡോക്ടർമാരുടെ സേവനമെങ്കിലും ഉറപ്പാക്കണമെന്നും KGMOയെ ആവശ്യപ്പെടുന്നു. വിശദാംശങ്ങൾ നൽകുന്ന സനിസയുണ്ട്. സനിസ, ഗൗരവതരമായ ഒരു വിഷയമാണ് KGMO ചൂണ്ടിക്കാട്ടിയത്. കാരണം ഈ പാമ്പുകടിയേറ്റുള്ള മരണങ്ങളും അപകടങ്ങളൊക്കെ കൂടുന്ന സാഹചര്യത്തിൽ കൃത്യമായി തന്നെ ഈ ആന്റിവരമുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്ന നിർദ്ദേശമൊക്കെ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ മതിയായ ഡോക്ടർമാർ ഇല്ലെങ്കിൽ അത് വീണ്ടും വലിയ ഗുരുതരമായ പ്രശ്നത്തിലേക്ക് പോകും. KGMOയുടെ ഈ ആശങ്ക എന്താണ്? നിലവിൽ ഇതെങ്ങനെ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ? പാമ്പുകടിയേറ്റുള്ള മരണം സംസ്ഥാനത്ത് കൂടുന്ന ഒരു സാഹചര്യത്തിൽ KGMO ഇപ്പോൾ പ്രതികരണവുമായി വന്നിരിക്കുകയാണ്. ഇതിൽ പല ഘട്ടങ്ങളിലും പാമ്പുകടിയേറ്റുള്ള മരണമാണ് സംഭവിച്ചത് എന്ന് ആശുപത്രി അധികൃതർക്ക് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിൽ അവർ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ KGMO രംഗത്ത് വന്നിരിക്കുന്നത്. ആശുപത്രികളിൽ അപര്യാപ്തതകൾ ഉണ്ടെന്ന് KGMO വ്യക്തമാക്കുകയാണ്. പാമ്പുകടിയേറ്റുള്ള ഈ ഒരു സാഹചര്യം അതീവ ഗൗരവമാണ്. പക്ഷേ അത്യാഹിത വിഭാഗങ്ങൾ അമിതമായ തിരക്കിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണെന്ന് KGMO വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്നത് ഒരു ഡോക്ടർ മാത്രമാണ്. രാത്രിയാകുമ്പോൾ ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടാകൂ. മറ്റ് നഴ്സുമാരുടെ എണ്ണവും കുറവായിരിക്കും. ഇത് രോഗികൾക്ക് വേണ്ട ശ്രദ്ധ നൽകാനാവാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ട്. അത്യാഹിത വിഭാഗത്തിൽ 2 ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശമാണ് KGMO ഈ ഘട്ടത്തിൽ നിർദ്ദേശിക്കുന്നത്. അരുണ്യ. ശരി, സനിസ ശോഭയാണ് വിശദാംശങ്ങൾ നൽകിയത്.